ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. RJD തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് 100% ആത്മവിശ്വാസത്തോടെയെന്ന് സംസ്ഥാന അധ്യക്ഷൻ മംഗനിലാൽ മണ്ഡൽ 24നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി. 57 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക JDU പുറത്തിറക്കി. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. NDA സീറ്റ് വിഭജനത്തിൽ രാഷ്ട്രീയ ലോക് മോർച്ച നേതാവും രാജ്യസഭാ MPയുമായ ഉപേന്ദ്ര കുശ്വാഹ അതൃപ്തി പ്രകടിപ്പിച്ചു. ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ NDAയിൽ ഒന്നും ശരിയല്ലെന്നായിരുന്നു പ്രതികരണം. RJDയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും 100% ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും സംസ്ഥാന അധ്യക്ഷൻ മംഗനിലാൽ മണ്ഡൽ 24നോട് പറഞ്ഞു. आज के बाद हो जाएगा। वो आप कितना कॉन्फिडेंट है? कॉन्फिडेंट 100% हाँ. സീറ്റ് സംബന്ധിച്ച മഹാസഖ്യത്തിന്റെ ചർച്ചകൾ നീളുകയാണ്. ഗുണ്ടാ നേതാവ് മുഹമ്മദ് ഷഹാബുദ്ദീന്റെ മകൻ ഒസാമ ഷഹാബിന് RJD സീറ്റ് നൽകിയതായി BJP ആരോപിച്ചു. RJD ഗുണ്ടാ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് BJP നേതാവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു. തേജസ്വി യാദവിനെതിരെ രാഘോപൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അവസാന നിമിഷം ജൻസൂരജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ മത്സരത്തിൽ നിന്ന് പിന്മാറി. 59 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടിയും പ്രഖ്യാപിച്ചു. അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ RJDയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്ന് വൈകിട്ടോടെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ മഹാസഖ്യത്തിന്റെ ചർച്ചകൾ നീളുകയാണ്. പട്നയിൽ നിന്ന് ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.